മാനദണ്ഡങ്ങൾ ലംഘിച്ച അധ്യാപന നിയമനം കേടെക് യോഗ്യത ഇല്ലാത്തവരാണ് ഹൈസ്കൂൾ പ്രഥമ അധ്യാപക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. സുപ്രീം കോടതിയുടെ മാനദണ്ഡങ്ങൾ മറികടന്നുകൊണ്ടാണ് നിയമനം. സ്ഥാനക്കയറ്റത്തിന് യോഗ്യത ഒഴിവാക്കാനാകാത്ത മാനദണ്ഡം എന്ന സുപ്രീം കോടതി ഉത്തരവ് ലംഘിച്ചതിന്റെ തെളിവുകൾ ആണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഗസറ്റ് വിജ്ഞാപനത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന അധ്യാപകരുടെ ടെറ്റ് യോഗ്യത പരിശോധിക്കണമെന്ന ആവശ്യവുമായി ഒരു വിഭാഗം അധ്യാപകർ രംഗത്ത് വന്നിട്ടുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, സുപ്രീം കോടതിയുടെ വിധിയാണ് ഉള്ളത്. ആ വിധിയെ ലംഘിച്ചുകൊണ്ടുള്ള നിയമനങ്ങൾ നടക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് ഏത് സമയത്താണ് ഇത്തരത്തിലുള്ള മുന്നോട്ടു പോക്കുണ്ടായത് എന്നതിൽ വ്യക്തതയുണ്ടോ ഡാൻ? കഴിഞ്ഞ 27-ാം തീയതി ഇറങ്ങിയിരിക്കുന്ന ഗസറ്റ് വിജ്ഞാപനത്തിലാണ് 335 അധ്യാപകരുടെ പ്രഥമ അധ്യാപകരായി അവരെ നിയോഗിച്ചുകൊണ്ടുള്ള ഗസറ്റ് വിജ്ഞാപനം പുറത്തിറങ്ങിയിരിക്കുന്നത്. പക്ഷേ ഈ വിജ്ഞാപനം ഇറങ്ങിയിരിക്കുന്ന പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്ന 335 പേരിൽ അധികം ആളുകൾക്കും കേടെക് കാറ്റഗറി 3 യോഗ്യതയില്ല. ഈ യോഗ്യത ഉള്ളവരെ മാത്രമേ പ്രഥമ അധ്യാപകരുടെ പട്ടികയിലേക്ക് പരിഗണിക്കാവൂ എന്ന കർശനമായ നിർദ്ദേശം സുപ്രീം കോടതി നേരത്തെ നൽകിയിട്ടുള്ളതാണ്. ആ നിർദ്ദേശം നിലനിൽക്കുന്നതിനിടയിലാണ് അത് കാറ്റിൽ പറത്തിക്കൊണ്ട് കേടെക് യോഗ്യത ഇല്ലാത്ത അധ്യാപകരുടെ ഉൾപ്പെടെയുള്ള പട്ടിക പ്രഥമ അധ്യാപകരെ പരിഗണിക്കുന്നതിന് വേണ്ടി ഗസറ്റ് വിജ്ഞാപനത്തിലൂടെ പുറത്തിറക്കിയിരിക്കുന്നത്. അതിനെതിരെയാണ് വലിയ വിമർശനമുയരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. നേരത്തെ തന്നെ സുപ്രീം കോടതി ഇതുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ചിരിക്കുന്ന വിധി പ്രസ്താവത്തിൽ വളരെ വ്യക്തമായി എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഇത്തരത്തിൽ ഈ പ്രഥമ അധ്യാപകരെ നിയോഗിക്കുമ്പോൾ അതിന് നേരത്തെ ഇളവ് നൽകിയിരുന്നത് നെറ്റ്, സെറ്റ്, എംഫിൽ, PhD ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള ഒരു ഇളവും ഇനി ബാധകമല്ല. കേടെക് ഉള്ളവർക്ക് മാത്രമേ ഹൈസ്കൂളിൽ പ്രഥമ അധ്യാപകരായി നിയമനം നൽകാൻ പാടുള്ളൂ എന്നാണ് നിലവിൽ ഉള്ള കർശനമായ സുപ്രീം കോടതിയുടെ ഉത്തരവ്. ആ ഉത്തരവ് മറികടന്നുകൊണ്ടാണ് 335 പേരുടെ പ്രഥമ അധ്യാപകരായി നിയോഗിക്കാനുള്ള പട്ടിക പുറത്തിറങ്ങിയിരിക്കുന്നത്. ആ പട്ടികയിലെ ബഹുഭൂരിപക്ഷത്തിനും കേടെക് കാറ്റഗറി 3 മാനദണ്ഡം ഇല്ല, അങ്ങനെ ഒരു യോഗ്യത ഇല്ല എന്നാണ് പറയുന്നത്. നിലവിൽ ഒരു സാവകാശം അനുവദിച്ചിരിക്കുന്നത് 3 വർഷത്തേക്ക് നിലവിലുള്ള അധ്യാപകർക്ക് കേടെക് പാസ്സാകുന്നതിന് 3 വർഷത്തെ ഇളവ് അനുവദിച്ചിട്ടുണ്ട്. ആ ഇളവ് അനുവദിച്ചിരിക്കുന്നത് പോലും അധ്യാപകരായി അവർക്ക് തുടരുന്നതിന് മാത്രമാണ്. അതിനപ്പുറത്തേക്ക് പ്രഥമ അധ്യാപകരായി അവരെ പരിഗണിക്കുന്നതിനല്ല. ഇങ്ങനെ കർശനമായ നിബന്ധനകൾ നിലനിൽക്കുന്നതിനിടയിൽ കേടെക്കിന്റെ യോഗ്യതയില്ലാത്ത ഇത്ര അധികം ആളുകളെ എങ്ങനെ ഗസറ്റ് വിജ്ഞാപനത്തിലൂടെ പ്രഥമ അധ്യാപകരായി പരിഗണിക്കാൻ കഴിയുമെന്നൊരു ചോദ്യമാണ് വരുന്നത്. അതുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ വകുപ്പിന്റെ പരിഗണനയിലേക്ക്, അല്ലെങ്കിൽ ഇത് ഇങ്ങനെയൊരു വിവാദം ഉരുത്തിരിയുന്ന പശ്ചാത്തലത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് അടിയന്തരമായ വിഷയത്തിൽ ചില ചർച്ചകളിലേക്ക് കടക്കുമെന്ന സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ സുപ്രീം കോടതി വിധി ഇങ്ങനെ നിലനിൽക്കുന്നതിനിടയിൽ പിന്നെ എങ്ങനെ ഇത്രയും അധികം ആളുകൾക്ക് വിജ്ഞാപനം നൽകിക്കൊണ്ടുള്ള പട്ടിക പുറത്തിറങ്ങി എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം കൂടി ഉയരുന്നുണ്ട്. അവിടെ ബോധപൂർവം ആരെങ്കിലും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചതാണോ, അതോ അതിനെക്കുറിച്ച് കൃത്യമായൊരു ധാരണയില്ലാതെ ഈ പട്ടിക തയ്യാറാക്കിയതാണോ എന്നതടക്കമുള്ള സംശയങ്ങളാണ് ഇപ്പോൾ ബാക്കിയാവുന്നത്. എന്തായാലും നിർദ്ദിഷ്ട യോഗ്യത അത് സംബന്ധിച്ച് സുപ്രീം കോടതി തന്നെയാണ് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. അതിന്റെ ലംഘനം നടന്നിരിക്കുന്നു എന്നതാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിരവധി അധ്യാപകരുടെ നിയമനങ്ങൾ, പ്രത്യേകിച്ച് 335 അധ്യാപകരുടെ പ്രഥമ അധ്യാപക നിയമനം ആണ് ഇപ്പോൾ വിവാദത്തിലായിട്ടുള്ളത്. വാർത്തയുടെ വിശദാംശങ്ങളാണ് ഡാൻ കുര്യൻ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.